അണ്ടാശയത്തിൽ പലതരത്തിലുള്ള സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബലൂണിൽ വെള്ളം കെട്ടി കിടക്കുന്ന പോലെ അത് കാണാം. ഇപ്പോൾ ചുമ്മാ ഒരാൾ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഒരു 20% ആളുകൾക്ക് ഈ അണ്ടാശയത്തിൽ ഒവേറിയൻ സിസ്റ്റ് കാണും. അത് പല ടൈപ്പ് ഉണ്ട്. ഫോളിക്കുലർ സിസ്റ്റ്, ലൂട്ടിയൽ സിസ്റ്റ് എന്ന് അല്ലെ PCOD എന്നൊക്കെ പറയുന്നത് ക്യാൻസർ ഒന്നുമല്ല. പക്ഷേ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ അതിൽ സിസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ വലുപ്പം, അതിൽ സോളിഡ് ആയിട്ടുള്ള കട്ടിയുള്ള മെറ്റീരിയൽസ് ഉണ്ടോ, അതിലെന്തെങ്കിലും പ്രൊജക്ഷൻസ് ഉണ്ടോ, അതിൻ്റെ കൂടെ വയറിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, അവിടെ ലിംഫ് നോഡ്സ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കും. പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാസക്കുളിക്ക് നിൽക്കുന്നതിന് മുമ്പാണോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ചിലപ്പോൾ ബ്ലഡിലെ ട്യൂമർ മാർക്കേഴ്സ് CA-125 ചെയ്ത് നോക്കും. ഇതനുസരിച്ചാണ് ഈ സിസ്റ്റ് ക്യാൻസർ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. സാധാരണ സിസ്റ്റുകൾക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്യാൻസർ ആണോ അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്തേ അറിയാൻ പറ്റുള്ളൂ, ബയോപ്സി വഴി. അപ്പോൾ ഈ ക്യാൻസർ ആവാൻ സാധ്യതയില്ല, ഈ സിസ്റ്റ് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണം, ചുമ്മാ വിട്ടാൽ മതി. ഇനി അതല്ല, ക്യാൻസർ ആവാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഈ സിസ്റ്റ് കൊണ്ട് വേദന ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് വേണം, സർജറി വേണം. സാധാരണഗതിയിൽ ഗൈനക്കോളജിസ്റ്റ് ആ സർജറി ചെയ്യാം.